വിശുദ്ധ കാതറിൻ ഡെൽ റിച്ചിയെ പാട്രീഷ്യൻ ക്ലാസിൽ ജനിച്ചു. കാതറിൻ ഒരു ശിശുവായിരിക്കുമ്പോൾ അവളുടെ അമ്മ മരിച്ചു. അവളെ വളർത്തിയത് അവളുടെ ദൈവമാതാവാണ്. പക്ഷേ പരിശുദ്ധ കന്യകാമറിയത്തെ അവളുടെ യഥാർത്ഥ അമ്മയായി കണക്കാക്കുകയും അവളോട് വലിയ ഭക്തി വളർത്തുകയും ചെയ്തു. കുട്ടിക്കാലത്ത് കാതറിൻ തന്റെ കാവൽ മാലാഖയോട് സംസാരിക്കാൻ കഴിഞ്ഞു. മാലാഖ് ജപമാലയ്ക്കുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. 6-ാമത്തെ വയസ്സിൽ അവൾ മോണ്ടെസെല്ലിയിലെ കോൺവെന്റ് സ്കൂളിലേക്ക് മാറി. അവളുടെ അമ്മായി മഠാധിപതിയായിരുന്നു. കാതറിൻ പാഷനോട് ഒരു ഭക്തി വളർത്തിയെടുത്തു. അവളുടെ പിതാവ് പീറ്റർ ഒരു കോൺവെന്റിൽ ചേരാനുള്ള അവളുടെ പദ്ധതികളെ എതിർത്തു. പിന്നീട് അനുദപിച്ചു. പിന്നെ വീണ്ടും മനസ്സുമാറ്റി. കാതറിൻ വീട്ടിൽ പ്രാർത്ഥന തുടർന്നു. പക്ഷേ അവൻ മനസ്സുമാറ്റിയപ്പോൾ അവൾ രോഗബാധിതയായി. അവസാനം അവൻ അവളുടെ തൊഴിലിന് സമ്മതിച്ചപ്പോൾ മാത്രമാണ് അവൾ സുഖം പ്രാപിച്ചത്. അവൾക്ക് ദർശനങ്ങൾ ലഭിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ ഇത് അവളുടെ സഹോദരിമാർക്കിടയിൽ ചില പ്രശ്നങ്ങളും സംശയങ്ങളും സൃഷ്ടിച്ചു. ദർശനങ്ങൾ അവളുടെ മേൽ വരുമ്പോൾ അവൾ ഉറങ്ങുകയോ മന്ദബുദ്ധിയോ ആണെന്ന് തോന്നുന്നു. ദൈവവുമായുള്ള ജീവിതത്തിന്റെ ഭാഗമായി എല്ലാവർക്കും ഈ ദർശനങ്ങൾ ലഭിച്ചെങ്കിലും കാതറിൻ അവളുടെ ആരോഗ്യത്തെ ശാശ്വതമായി നശിപ്പിക്കുന്ന വേദനാജനകമായ അസുഖങ്ങളുടെ ഒരു പരമ്പര അവളെ ബാധിച്ചു. കാതറിൻ ഫിലിപ്പ് നേരിയ റോമിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദർശനത്തിൽ കണ്ടുമുട്ടി. അവർ കത്തിടപാടുകൾ നടത്തി. അവൾക്ക് ബൈലോക്കേറ്റ് ചെയ്യാൻ കഴിയും. അവൾ അവനോടുള്ള ബന്ധത്തിന്റെ അടയാളമായി കർത്താവിൽ നിന്ന് ഒരു മോതിരം സ്വീകരിച്ചതായി പറഞ്ഞു. അവൾക്കു അത് വജ്രം പതിച്ച് സ്വർണം പോലെ കാണപ്പെട്ടു. മറ്റെല്ലാവരും അവളുടെ വിരലിന് ചുറ്റും ഒരു ചുവന്ന ലോസഞ്ചും വൃത്താകൃതിയും കണ്ടു. സ്ഥിരമായ കളങ്കവാദി. 20 വയസ്സിൽ വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിവരെ പലപ്പോഴും ഗുരുതരമായ മുറിവുകളോടൊപ്പം പാഷന്റെ പ്രതിവാര എക്സികളുടെ 12 വർഷത്തെ സൈക്കിൾ അവൾ ആരംഭിച്ചു. അവളുടെ സഹോദരിമാർക്ക് പാഷന്റെ ഗതി പിന്തുടരാൻ കഴിയും. കാരണം ചമ്മട്ടികൊണ്ടും മുള്ളുകൾ കൊണ്ട് കിരീടം വയ്ക്കുമ്പോഴും മുറിവുകൾ ക്രമത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവസാനം അവളെ മുറിവുകളാൽ മൂടിയിരുന്നു. അവളുടെ തോളിൽ കുരിശിൽ നിന്ന് ഇൻഡന്റ് ചെയ്തു. ആദ്യമായി 1542 നോമ്പുകാലത്ത് അവൾ രോഗബാധിതയായി യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പൂർണ്ണമായി ധ്യാനിച്ചു. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് മഗ്ദലൻ മറിയവുമായി സംസാരിക്കുന്ന ഒരു ദർശനത്താൽ അവൾ സുഖം പ്രാപിച്ചു. ജനക്കൂട്ടം അവളെ കാണാൻ വന്നു. സന്ദേഹവാദികളും പാപികളും ആ കാഴ്ച കണ്ട് മാനസാന്തരപ്പെട്ടു. ആൾക്കൂട്ടം അനവധിയും സ്ഥിരവുമായിത്തീർന്നു. മുറിവുകൾ ദൃശ്യമാകാൻ സഹോദരിമാർ പ്രാർത്ഥിച്ചു. 1554 അദ്ദേഹം അവരെ അങ്ങനെയാക്കി. 3 ഭാവി മാർപ്പാപ്പമാർ കർദിനാൾമാർ സെർവിനി പോപ്പ് മാർസെല്ലസ് രണ്ടാമൻ, അലക്സാണ്ടർ ഡി മെഡിസി പോപ്പ് ലിയോ 11 അൽഡോ ബ്രാൻഡിനി പോപ്പ് ക്ലെമന്റ് 8 അവളുടെ പ്രാർത്ഥന തേടിയെത്തിയ ആയിരങ്ങളിൽ ഉൾപ്പെടുന്നു.